എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിന് പിന്നാലെ സ്കൂൾ മാറാൻ വിദ്യാർത്ഥിനി. മകൾക്ക് സ്കൂളിൽ തുടരാൻ മാനസിക ബുദ്ധിമുട്ടുണ്ടെന്നും TC വാങ്ങുകയാണെന്നും വിദ്യാർത്ഥിനിയുടെ പിതാവ് 24-നോട് പറഞ്ഞു. അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയും സ്കൂൾ മാനേജ്മെന്റും. പ്രതികരണങ്ങൾക്കാണ്. എന്താണ് TC മേടിച്ചു പോവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എന്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിന്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രമാത്രമാണ്. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുവോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. വിപിൻ C. വിജയൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, നേരത്തെ ഒരു സമവായം രൂപപ്പെടുകയാണെങ്കിൽ രൂപപ്പെടട്ടെ എന്ന നിലപാടായിരുന്നു മന്ത്രിക്കും. ഇന്ന് സ്കൂൾ മാനേജ്മെന്റിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. മാനേജ്മെന്റ് ആണെങ്കിൽ അവർ നേരത്തെ സ്വീകരിച്ച നിലപാടിൽ തന്നെ സ്കൂളിന്റെ നിയമത്തിന് വിധേയമായി വരികയാണെങ്കിൽ കുട്ടി വരട്ടെ, സ്വാഗതം ചെയ്യാം എന്ന നിലപാടിൽ അവരും നിൽക്കുന്നു. ഈ വിവാദം ഇവിടെ അവസാനിക്കുന്നില്ല, തർക്കം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന നിലയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? വിപിൻ C. വിജയൻ. പള്ളുരുത്തി ഈ സെന്റ് റീത്താസ് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദം അതൊരു ശുഭ ക്ലൈമാക്സിലേക്കല്ല എത്തുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ അത് കുറച്ചുകൂടി സങ്കീർണമാകുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കാരണം TC വാങ്ങി മറ്റൊരു സ്കൂളിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടിയുടെ പിതാവ് തീരുമാനിക്കുന്നത്. കാരണം വിദ്യാർത്ഥിയുമായിട്ട് സംസാരിച്ചു, മകളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇനി ആ സ്കൂളിലേക്ക് പോകാൻ കഴിയില്ല, കാരണം ഇവരെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്കൂളിലേക്ക് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒപ്പം ഇത്രയും കടുത്ത നിബന്ധനകൾ ഉണ്ട് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ അറിഞ്ഞിരുന്നില്ല. ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുത്തിരുന്നില്ല. തന്റെ മറ്റു മക്കൾ പഠിക്കുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ തന്നെയാണ്. പക്ഷേ അവിടെ ഒന്നുമില്ലാത്ത ഒരു നിബന്ധന, ഒരു കടുംപിടുത്തം ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ഒരാൾ പോലും തന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ഈ പിതാവ് അനസ് പറയുന്നുണ്ട്. നമ്മളോട് അദ്ദേഹം സംസാരിച്ചപ്പോൾ ഈ പ്രശ്നം കുറച്ചുകൂടി വിവാദമാക്കിയത്, അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ അതിനൊരു സമവായ സാധ്യതകൾ ഉണ്ടായിരുന്നതെല്ലാം തന്നെ PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അത് അടച്ചു കളഞ്ഞു എന്നുള്ളത് കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആ സ്കൂളിലേക്കില്ല, ഉടൻ തന്നെ TC വാങ്ങുമെന്നുള്ളതും പറയുന്നു. ഇന്നിപ്പോൾ മാനേജ്മെന്റിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ പിതാവ് പറയുന്ന പോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു, ഒപ്പം ഉണ്ട് എന്നുള്ളത് അറിയിക്കുകയും ചെയ്തിരുന്നു. വളരെ നീതിപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ പിതാവ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മാനേജ്മെന്റിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിലപാട് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി എടുത്തത്. കാരണം ആ കുട്ടിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് ആണ് അത് ഉത്തരവാദി എന്നുള്ളത് തന്നെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള നടപടികൾ ഇതിന്റെ മുകളിൽ ഉണ്ടാകും എന്നുള്ള ഒരു സൂചന കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. മാനേജ്മെന്റ് ആകട്ടെ കോടതിക്ക് നന്ദി, വിദ്യാഭ്യാസ മന്ത്രിക്ക് നന്ദി, ഇവിടുത്തെ നിബന്ധനകൾ പാലിച്ച് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ വരാം എന്നുള്ള നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണ്. പക്ഷേ ആ നിലപാടിലേക്കില്ല എന്നുള്ളത് ആ വിദ്യാർത്ഥിയും തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നില. അടുത്ത ദിവസം തന്നെ മറ്റൊരു സ്കൂളിൽ TC വാങ്ങി മറ്റൊരു സ്കൂളിൽ ചേരും എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുടുംബം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ സ്കൂളിൽ നിന്നൊരു സമവായം രൂപപ്പെടാനുള്ള സാധ്യത അകലുകയാണ്. ഇന്ന് കുട്ടിയുടെ പിതാവ് മാനസികമായി അവിടെ പഠിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ TC വാങ്ങി പോവുകയാണെങ്കിൽ, കുട്ടി TC വാങ്ങി പോവുകയാണെങ്കിൽ സ്കൂളിനെതിരെ നടപടിയെടുക്കണം, അല്ലെങ്കിൽ നടപടി വേണം എന്ന നിലപാടിലാണോ വിദ്യാഭ്യാസ വകുപ്പുള്ളത്? വിപിൻ C. വിജയൻ. തീർച്ചയായും എന്തുകൊണ്ട് ആ സ്കൂളിലേക്ക് ഈ കുട്ടിക്ക് പ്രവേശിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മാനസികമായിട്ട് ഈ കുട്ടിയെ അനുഭവിച്ച ഈ ഒരു സമ്മർദ്ദത്തിന് കാരണം മാനേജ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇക്കാര്യത്തിലുള്ള ഒരു മാനേജ്മെന്റിന്റെ പുറത്തുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ അടുത്ത ദിവസം തന്നെ ഇതിന്മേൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്കൂളിനെതിരെ ഒരു നടപടിയിലേക്ക് പോകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ മറ്റൊന്നുള്ളത്, ഇതിന്റെ ഇടയിൽ ഒരു സമവായ ചർച്ചകൾ നടന്നിരുന്നു. അന്ന് ഈ കുട്ടിയുടെ പിതാവ് തന്നെ പറഞ്ഞിരുന്നു ശിരോവസ്ത്രമില്ലാതെ സ്കൂളിലേക്ക് വരാൻ തയ്യാറാണെന്ന്. അതേക്കുറിച്ച് ഇന്ന് അദ്ദേഹം ഒരു ക്ലാരിറ്റി അക്കാര്യത്തിൽ വരുത്തുന്നത്, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ വരികയും സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ വളരെ സെൻസിറ്റീവായ ഒരു പ്രദേശമാണ് ഞങ്ങളുടേത്. അപ്പോൾ ഞാൻ കാരണം അത്തരത്തിലുള്ള ഒരു വർഗീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് ആ വിഷയം പോകരുത് എന്നുള്ളത് കൊണ്ടാണ് അന്ന് ആ ഒരു സമവായ ചർച്ചയിലേക്കും സമവായത്തിലേക്കും താൻ എത്തിയത്. പക്ഷേ സർക്കാർ ഉൾപ്പെടെയുള്ളവർ പിന്നീട് കൂടെ നിൽക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ
എല്ലാവരും അവരുടെ പിടിവാശികളുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ആ സ്കൂളിലേക്ക് ഇല്ല എന്നുള്ള നിലപാട് വിദ്യാർത്ഥിയുടെ ഭാഗത്തുകൂടി വരുമ്പോൾ മറ്റൊരു സ്കൂളിലേക്ക് ചേരുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയുന്നത്. ശരി, വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.